അകത്തേക്ക് അനീഷ്, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ടെലിഫോൺ ലൈനുണ്ട്. മേയർ 3 മണിക്കൂറായിട്ടും ഈ തീ ഇങ്ങനെ നിൽക്കുന്നത് ഒരു വലിയ ആശങ്ക തന്നെയാണ്. അത് പലതരം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് നമുക്ക് ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രതിസന്ധി? എന്താണ് നേരിടുന്ന പ്രതിസന്ധി? അവിടെയുള്ള ഓപ്പൺ സ്പേസ് മുഴുവനും ഇതുപോലെ മറച്ചത് കൊണ്ട് വെള്ളം നേരെ പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇവിടുന്ന് ഫയർ എഞ്ചിനെ വെള്ളം നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അതെല്ലാം ഷീറ്റിൽ തട്ടി താഴേക്ക് വരുന്നു. പൊട്ടിത്തെറിച്ചതിന്റെ അവശിഷ്ടങ്ങൾക്ക് ഇടയിൽ കൂടിയാണ്. ഞങ്ങളൊക്കെ ആകാംക്ഷയോട് നോക്കിയത് ഒരു ഫയർമാൻ ലാഡർ വെച്ച് മുകളിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു. അയാൾ ഇറങ്ങിപ്പോയി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ സ്ഥലത്ത് മുഴുവൻ തീ വരുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇതിന്റെ ഈ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിയമത്തിന് അനുസൃതമായി മാത്രം ചെയ്യുക എന്നതാണ്. ഇത് എല്ലാവർക്കും ഒരു പാഠമാവണം. വാസ്തവത്തില് ഞാൻ ഇവരുടെ ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് മാത്രം പറയല്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ എല്ലാ തരത്തിലുള്ള സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ എടുത്തിരിക്കണം. അത് എടുത്തിരിക്കുന്നതിനകത്ത് എടുത്തു എന്ന് ഞാനത് കുറ്റം ഏറ്റു പറയാണ്. ഉദ്യോഗസ്ഥരെ പരിശോധിക്കുകയും വേണം. പക്ഷെ പലപ്പോഴും പരിശോധിച്ച് നമ്മൾ നോട്ടീസ് കൊടുത്താൽ തൽക്കാലം പരിഹരിച്ചിട്ട് പിന്നെ വീണ്ടും പഴയതുപോലെ ആക്കും. കോഴിക്കോട് വ്യാപകമായി കാണുന്ന ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് ആൾക്കാർ മാറണം. ഇത് ഇവിടെ ചെയ്തുകൊണ്ട് മാത്രം ഞാൻ പറയല്ല, ഇനിയും പല സ്ഥലത്തും തീപിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നൂതനങ്ങളായിട്ടുള്ള ഈ തീപിടിച്ചു കഴിഞ്ഞാൽ അതിനെ അഭിമുഖീകരിക്കേണ്ട തരത്തിൽ നൂതനമായ രീതിയിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറേണ്ടതുണ്ട്. നമുക്കൊരു 3 നിലയോ 4 നിലയ്ക്ക് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള യന്ത്രങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. കുറച്ചുകൂടി ഉയരത്തിലേക്ക് ലാഡർ വെച്ചുകൊണ്ട് ഉയരത്തിൽ നിന്ന് സ്പ്രേ ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ ഫയർ എഞ്ചിനുകൾക്കെല്ലാം വരണം. അവിടെ കണ്ടുനിന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണത്. അതാണ്. അതുകൊണ്ട് ആ തരത്തില് എല്ലാവരും ശരിക്കും ഇപ്പൊ വലിയ വലിയ ഫ്ളാറ്റുകളൊക്കെ നമുക്ക് അനുവദിച്ച അതിന്റെ നിലയിലേക്കാൾ ഏറെ വലിയ ഫ്ളാറ്റുകൾ കോഴിക്കോട് ഉയർന്നു വരുമ്പോൾ എന്നെപ്പോലുള്ള ആളുടെ വേദന മുഴുവനും ഇവിടെ തീപിടുത്തം ഉണ്ടായാൽ എങ്ങനെ രക്ഷപ്പെടും എന്നതാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഹെലിപ്പാഡൊക്കെ വെച്ചിട്ടുണ്ട്. എവിടുന്ന് വരും നമ്മുടെ ഹെലികോപ്റ്റർ? തൊട്ടടുത്ത് കിടക്കുന്നൊന്നുമില്ലല്ലോ ഹെലികോപ്റ്റർ വരാനായിട്ട്. അപ്പോൾ ഉള്ളിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ വ്യക്തമായിട്ട് ഒരുക്കണം. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചില സമയത്ത് നമുക്ക് ഒരു സ്വയം പരിശോധന, ആത്മപരിശോധന നടത്താനുള്ള സമയം കൂടിയാണ്. ഇങ്ങനെയുള്ള അപകടങ്ങൾ അങ്ങനെ തന്നെ ആവുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ മന്ത്രി A.K. ശശീന്ദ്രൻ ഈ സ്ഥലത്ത്